Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് അവൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ കുറച്ചിരിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മിച്ചറൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യ് ചേർത്ത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നെയ്യ് ചേർത്തിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു 3 കപ്പ് അവൽ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവുകളാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങയും നല്ലപോലെ ഒന്ന് ഈ നെയ്യിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങയിലേക്ക് വേണ്ടിയിട്ടുള്ള മധുരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവലിലേക്കുള്ളത് നമ്മളിനി വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു നെയ്യോട് കൂടി തന്നെ ഈ ഒരു പാനിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അലിഞ്ഞു വരും. ഇപ്പോൾ ഇവിടെ പഞ്ചസാര മുഴുവനായിട്ടും മെൽറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേഗം ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കണം. മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം വെച്ചിരിക്കരുത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 കപ്പോളം അവലിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു പഞ്ചസാരയും അവലും കൂടെ കട്ട കെട്ടാതെ നല്ലപോലെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം സമയം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അവൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു സമയം വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഈ ഒരു അവലിവിടെ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ ഈസിയാണ്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇനി ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ചിരവിയതും കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കറുമുറ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്